നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നിട്ട് അത് പാലിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഗംഗേ. മഹിയേട്ടൻ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഈ കാര്യത്തില് മഹിയേട്ടൻ നിരപരാധിയല്ലേ? അതുകൊണ്ട് ഒരു സങ്കടവും വേണ്ട. അതെ മഹിയേട്ടാ, എനിക്ക് ഒട്ടും സങ്കടമില്ല. നിനക്ക് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ രാത്രിയായിട്ടും മഹി റൂമില് ഉറങ്ങാറായില്ലേ? ആ, ഞാൻ വെറുതെ മാളും ഗംഗയും ഉറങ്ങിയൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. മുത്തശ്ശി എന്താ വൈകിയത്? അതെ, ഇത്രയും വൈകിയപ്പോ മുത്തശ്ശി തറവാട്ടിലേക്ക് പോയെന്നാ ഞാൻ കരുതിയത്. പരിചയക്കാരായ ഒരുപാട് പേര് കല്യാണത്തിനുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ചു നിന്ന് നേരം പോയി. അയ്യോ, ഇതെന്താ മോളെ? ഇതെന്തായി കയ്യിലൊക്കെ? എന്താന്ന്? ഇതൊന്നുമില്ല മുത്തശ്ശി. ഒന്നുമില്ലാതെ ഇതെങ്ങനെയാ പാടുവന്നത്? എന്താ മഹി, എന്താ ഇവിടെ സംഭവിച്ചത്? അത് പിന്നെ മുത്തശ്ശി, ഇന്ന് ഞാനിവിടെ ഇല്ലാത്ത സമയം എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഞാനൊരു ദിവസം മാറിയപ്പോ എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലാറാക്കിയോ? ഇല്ല മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്നത് പോലൊന്നുമില്ല. നീ ആരെയും ന്യായീകരിക്കേണ്ട ഗംഗേ. ഇതൊക്കെ കണ്ടിട്ടും സഹിച്ചിവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മഹി. മുത്തശ്ശി, ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണം. ഇനി ഇങ്ങനൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി എന്തിനാ സംഭവിക്കുന്നത്? ഇതൊക്കെ മതിയല്ലോ. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ ഇവിടെ എന്ത് തെറ്റാ ഇവിടെ ഉള്ളവരോട് ചെയ്തത്? കരയരുത് മുത്തശ്ശി. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തോ പൂജ ചെയ്തതാണെന്ന് എന്നോട് പറഞ്ഞത്. അതിനെല്ലാവരും ഞാൻ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ മുത്തശ്ശി, മുത്തശ്ശി പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇതിന്റെ പേരില് മുത്തശ്ശി മഹിയേട്ടനെ കുറ്റം പറയരുത്. മഹിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് ചെയ്ത തെറ്റാണെങ്കിലും അനുഭവിക്കുന്നത് നീയല്ലേ? ഈ ഒരു തവണത്തേക്ക് മുത്തശ്ശി ഒന്ന് ക്ഷമിക്കണം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഇത് എന്റെ വാക്കാ. മഹി പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ വിശ്വസിക്കാം. മഹി ചെല്ല, പോയി കിടക്ക. ഇത്രയായിട്ടും എനിക്ക് മതിയായില്ലേ ഗംഗേ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് മുത്തശ്ശി. എന്ത് പ്രശ്നം? ഇവിടെ നടക്കുന്ന പൂജകൾക്ക് എന്തോ നിഗൂഢതയുണ്ട്. മന്ത്രങ്ങളൊക്കെ ദുർമന്ത്രവാദം പോലെയാ. ഇതിനു മുൻപും ഇത്തരം പൂജകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നില് എന്തോ രഹസ്യങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കൂടുതൽ രഹസ്യങ്ങളെ കുറിച്ചൊന്നും നീ ഓർക്കണ്ട. നിനക്കിപ്പൊ കിട്ടിയ തല്ലിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനൊക്കെ സംഭവിക്കും. ഇനി ഇത് നകുലൻ മോൻ അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? അവനിത് സഹിക്കില്ല. അത്രയ്ക്ക് ജീവന നകുലിന് നിന്നെ. ഇതെന്താ ഞാൻ ഈ കാണുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? അപ്പൊ പിന്നെ എന്താ ഈ കാണുന്നത്? ആരും വലിയ പാടല്ലേ ഇത്? ഞാനിത് എങ്ങനെ സഹിക്കും? അതിന് നിങ്ങൾ എന്തിനാ സഹിക്കുന്നത്? നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ.
എന്റെ ഗംഗയുടെ ശരീരത്ത് ഒരു പാട് പോലും വീഴുന്നത് എനിക്ക് സഹിക്കില്ല. അപ്പൊ പിന്നെ ഇത് കണ്ടിട്ട് എന്റെ നെഞ്ച് പൊട്ടാതിരിക്കോ? പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു പൂജ നടത്തി, അപ്പൊ സംഭവിച്ചതാ. മരുന്ന് പുരട്ടിയിട്ടുണ്ട്. മഹിക്ക് എങ്ങനെയാ ഇത് ഇത്ര നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നത്? ശരിയാ, നിങ്ങൾക്കൊക്കെ ഇത് നിസ്സാരമായിരിക്കും. പക്ഷെ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഗംഗയുടെ കയ്യിൽ മുറിവ് പറ്റിയതില് നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ലെന്ന് എനിക്കറിയാം. താനെന്താ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണോ? ഈ മോൾ എന്താ ഈ പറയുന്നേ? കണ്ണുരുട്ടിയെന്നോ? നെഞ്ച് തകർന്ന് നിൽക്കാ ഞാൻ. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ വിഷമം? എന്റെ ഗംഗയെ, അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഇതെല്ലാം ആക്ടിങ് മാത്രമാ. മോള് മിണ്ടാതിരിക്കെ. എന്നാലും മഹി, ഇതൊരു കഷ്ടമായിപ്പോയി. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ ഗംഗ ഇവിടെ നിർത്തിയത്? എന്നിട്ട് ഈ കാണുന്നതിനൊന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മഹിയേട്ടനെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? മഹിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി എല്ലാരോടും ദേഷ്യപ്പെട്ട് വഴക്ക് പറയാ മഹിയേട്ടൻ ചെയ്തത്. ആയിരിക്കാം ഗംഗ. പക്ഷെ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും? ഒരു കാര്യം ചെയ്, ഗംഗ വേറെ റെഡിയാവും. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിലോ? വേണ്ട, ഗംഗ അയാളുടെ കൂടെ അയക്കണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനേ ഇവിടെ അച്ഛനുണ്ട്. നകുല് പേടിക്കുന്ന പോലൊന്നുമില്ല. മരുന്ന് പുരട്ടിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മാറിക്കോളൂ. അതെങ്ങനെ മഹി? 2 ദിവസം കൊണ്ട് മാറുമെന്ന് നമ്മളാണോ പറയേണ്ടത്? അത് പറയേണ്ടത് ഡോക്ടറല്ലേ. അതാ ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞത്. മഹിയേട്ടൻ പറയുന്ന ശരി. ഈ ചെറിയ കാര്യത്തിന് ആശുപത്രിയിലൊന്നും പോകണ്ട. ആ, നിങ്ങൾ സംസാരിക്കേ. വേദനയുണ്ട് ഗംഗേ? ഇല്ല, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു വേദനയുമില്ല. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തിനാ പിന്നെ സെയിം തന്നെ ചോദിക്കുന്നേ? എന്തൊക്കെ ആക്ടിങ് നടത്തിയാലും നിങ്ങളൊരു കള്ളനാണെന്ന് എനിക്കറിയാം. ഒന്നാമത് ഞാൻ തകർന്നു നിൽക്കുക. അതിന്റെ കൂടെ ഇതും കൂടെ കേട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം അത്രയ്ക്ക് വലുതാണ് ഗംഗെ. ആ രൂപത്തില് ഒരു ഉറുമ്പ് കടിച്ചെന്ന് കേട്ടാ പോലും എന്റെ നെഞ്ചു പിടയ്ക്കും. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തൽക്കാലം ഞാൻ പോവാ. ഗംഗ റെസ്റ്റ് എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.